ഇന്ന് നമ്മൾ ഒരു കല്യാണ വീട്ടിൽ കുറച്ച് എല്ലും കപ്പയും ഉണ്ടാക്കാൻ പോകുക കേട്ടോ. 250 പേർക്കാണ് നമ്മൾ ഇന്ന് ഏഷ്യാഡ് റെഡിയാക്കുന്നത്. സാമാന്യം വലിയ ഒരു വാർപ്പ് തന്നെ വേണം. വിറകടുപ്പിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. വാർപ്പ് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയും നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു 50 ഗ്രാം കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 5-6 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ നിറം ആകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ പേസ്റ്റാക്കി ഇട്ടതുകൊണ്ട് അടിയിൽ അല്പം പിടിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. വാർപ്പായതുകൊണ്ട് നല്ല അടി കട്ടിയുള്ള വാർപ്പാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞൊന്നും പോകത്തില്ല. അടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും സവാളയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ കൂടത്തിൽ തന്നെ ഒരു 250 ഗ്രാം പച്ചമുളകും കൂടി ചേർക്കണം. ഒരു 1/4 ഭാഗം പാടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളിയും ഒരു പകുതി പാടി കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊക്കെ നമ്മൾ തന്നെ പൊടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പൊടികളെല്ലാം കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചില സ്ഥലങ്ങളിൽ പൊടികൾ പച്ചയ്ക്കും ഇടാറുണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. എന്നാലും പൊടി മൂപ്പിക്കുന്നത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. അതിനുശേഷം രക്തമയമില്ലാതെ നന്നായി കഴുകി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇറച്ചിയുടെ വെള്ളമൊക്കെ തന്നെ ഇറങ്ങിക്കൊള്ളും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പും ആ കൂട്ടത്തിൽ ഇടണം. അതോടൊപ്പം തന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ കപ്പയും കൂടെ വേവിക്കാനുള്ള പരിപാടിയും കൂടെ നോക്കണം. കപ്പയും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് ഒരു മുട്ടി വെച്ച് ഇടിച്ച് കൂട്ടണം. ചില സ്ഥലങ്ങളിൽ കപ്പ ഇടിക്കാതെ നേരെ എല്ല് കറിക്കകത്തിട്ട് മിക്സ് ചെയ്യുന്ന പരിപാടിയും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ തന്നെ ഇങ്ങനെ കഷ്ണം കഷ്ണമായി കിടക്കും. അതുകൊണ്ട് ഒന്ന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലും കപ്പയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ചെയ്യണം. മുളക് റെഡിയായ അതേ വാർപ്പിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് ഇടിച്ച് എടുത്തു വെച്ച കപ്പയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഈ മിക്സ് ചെയ്യുന്നതാണ് ഇച്ചിരി പാടുള്ള പണി. 2 നയമുണ്ടെങ്കിൽ അപ്പുറയും ഇപ്പുറയും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം. 250 പേർക്ക് ഉള്ളതുകൊണ്ടാട്ടോ ഇത്രയും പാട്. പിന്നെ മെൻപൊടിയായി ഒരു 100 ഗ്രാം 100-150 ഗ്രാം എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിയും ഒരു 100 ഗ്രാം മല്ലിയിലയും ഒരു 1/2 കിലോ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുക. വെറും കപ്പ ബിരിയാണി അല്ല കേട്ടോ, എല്ലും കപ്പയും ഏഷ്യാഡ് എന്നിങ്ങനെ വിളിപ്പേരുള്ള കേരളീയ വിഭവങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇടുക്കിയുടെ സ്വന്തം ഏഷ്യാഡ്. കല്യാണ വീടുകളിലെ സ്ഥിരം വിഭവം. എല്ലും കപ്പയും വെറും ഒരു ഭക്ഷണം മാത്രമല്ല കേട്ടോ, ഇടുക്കിയിലെ ജനങ്ങളുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. കല്യാണ വീടുകളിൽ തലേ ദിവസം ആയാൽ അയൽവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഏഷ്യാഡിന് അല്പം രുചി കൂടുതലാണ്. അതിൻ്റെ റെസിപ്പി ചെറിയ രീതിയിൽ ഒന്ന് പറയാം. സാധാരണ കേറ്ററിങ്ങിന് പോകുന്നത് പോലെ അല്ല കേട്ടോ കല്യാണ വീട്ടിലെ പണി. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ക്ലീനാക്കി തരാൻ ഇഷ്ടംപോലെ ചേച്ചിമാരും അതുപോലെ തന്നെ കപ്പ പൊളിക്കാനും അത് കഴുകാനും വാരാനും ഒക്കെയായിട്ട് ധാരാളം ചേട്ടന്മാരും അങ്ങനെ സഹായിക്കാൻ ഒരുപാട് പേർ ഉള്ളത് കൊണ്ട് തന്നെ കല്യാണ വീട്ടിലെ പണിയാണ് എനിക്കിഷ്ടം. 250 പേർക്കാണ് നമ്മൾ ഇന്നത്തെ ഏഷ്യാഡ് ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 45 കിലോ മുഴനെഞ്ചും 90 കിലോ പച്ചക്കപ്പയും ആണ് എടുത്തിരിക്കുന്നത്. സവാള ഒരു 8 കിലോയോളം മതിയാവും. മല്ലിപ്പൊടി
1 കിലോയും, മുളക് പൊടി ഒരു 3/4 കിലോയും, മീറ്റ് മസാല ഒരു 400 ഗ്രാം, ഗരം മസാല ഒരു 200 ഗ്രാം, കുരുമുളക് പൊടി 100 ഗ്രാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 300 ഗ്രാം വീതം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് തക്കാളി. എല്ലാവരും ചേർക്കാറില്ല. പണ്ടൊക്കെ തേങ്ങ വറുത്തൊക്കെ ആയിരുന്നു ഏഷ്യാഡ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. അത് നല്ലതാട്ടോ. പക്ഷെ അതൊക്കെ പഴയ പണിയാണ്. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പം തക്കാളി ഒരു 2.5 കിലോ എങ്കിലും വേണം. ഒരു 2.5 കിലോ വെളിച്ചെണ്ണയും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന് വേണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലും വന്ന് നമ്മുടെ സ്വന്തം ഏഷ്യാഡ് ഉണ്ടാക്കി തരാൻ ഞാൻ തയ്യാറാണ്, റെഡിയാണ്. എൻ്റെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ ഞാൻ വരുന്നതായിരിക്കും.